കേരള എയ്ഡഡ് കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറത്ത് UDF വിജയാഘോഷം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി സംഗമം ഉദ്ഘാടനം ചെയ്തു. LDFനേറ്റ തിരിച്ചടി സർക്കാർ ജീവനക്കാരുടെ മധുര പ്രതികാരമാണെന്നും ജീവനക്കാരെ ഇത്രത്തോളം ദ്രോഹിച്ച സർക്കാർ മുൻപ് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജീവനക്കാരുടെ സംഘടനകൾ, അവരുടെ സർവീസ് സംഘടനകൾ, അത് പിണറായിയുടെ ചോറ്റുപട്ടാളമായി അധപതിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ നടത്തിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടങ്ങൾക്ക് കൂടി കിട്ടിയ വലിയ വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വന്നത്. ജീവനക്കാരന്റെ ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചുവച്ചു. ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൃത്യമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷേ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അത് തിരിച്ചു തരും എന്ന് പറഞ്ഞ് പ്രഖ്യാപനങ്ങൾ നടത്തി 10 വർഷമായി ജീവനക്കാരനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ പ്രൊമോഷൻ ആനുകൂല്യങ്ങളടക്കം തടഞ്ഞുവെച്ച ഒരു ഗവൺമെന്റിനെതിരായ കൃത്യമായ പ്രതിരോധം ഇവിടെ ഉണ്ടായി. കേരളത്തിൽ ആബാലവൃദ്ധം ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അഹമ്മദ് സലീം എടക്കര അധ്യക്ഷനായി. കണ്ണിയൻ മുഹമ്മദ് അലി, റഫീഖ് പുളിക്കൽ, നസീർ പുത്തൂർ, ഇർഷാദ് എടവണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ആദം താനാരി, അബ്ദുൽ ഖാദർ പറവണ്ണ, ഖാദർ എടവനാട്, റൂൻസ്കർ നിലമ്പൂർ, യൂസഫ് വല്ലാഞ്ചിറ, ഷാഹുൽ ഹമീദ് കൊണ്ടോട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വീണ്ടും ഒരു മഹാ മിഡ് നൈറ്റ് സെയിലുമായി മയൂരി. ഏപ്രിലിനെ ഏറ്റവും വലിയ ചരിത്ര സംഭവമാക്കി മാറ്റാൻ 25 മുതൽ 5 ദിവസത്തേക്ക് കേരളത്തിലെ മുഴുവൻ മാർക്കറ്റിനെയും വെല്ലുവിളിച്ചുകൊണ്ട് വമ്പൻ വിലക്കുറവിന്റെ 5 ദിനരാത്രങ്ങൾ വരുന്നു. ഇത് വീടുകൾ പുതുക്കാൻ, പഴയതൊക്കെ മാറ്റിയെടുക്കാൻ, പുത്തൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്ന ദിവസങ്ങൾ. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഉപകരണങ്ങൾ വേറെ ആര് തരും ഈ വിലക്കുറവ്?